ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലെ ക്രിസ്ത്യാനികൾക്കുള്ള 7 കൽപ്പനകൾ ആണ്. കൽപ്പനകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കും, ശ്രവിക്കുവാൻ ആഗ്രഹിക്കും അഥവാ ശ്രവിക്കും. കൽപ്പനകൾ ആരാണ് അനുസരിക്കുന്നത്? അനുസരണമുള്ളവരാണ് കൽപ്പനകൾ അനുസരിക്കുന്നത്, അഥവാ കൽപ്പനകൾ അനുസരിക്കുന്നത് അനുസരണമുള്ളവരായിരിക്കും. അനുസരണമുള്ളവർ സത്യസന്ധരായിരിക്കും. സത്യസന്ധർ ദൈവഭയം ഉള്ളവരായിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നത് വിശ്വാസമുള്ളവരായിരിക്കും. വിശ്വാസമുള്ളവർ ദൈവത്തെ രുചിച്ച് അറിയുന്നവരായിരിക്കും. ദൈവത്തെ രുചിച്ച് അറിയുന്നവർ ദൈവത്തിൻ്റെ ദാനങ്ങളും കൃപകളും അനുഭവിച്ച് അതിന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നവർ ആയിരിക്കും. സ്തുതി അർപ്പിക്കുന്നവർ വിനയമുള്ളവരായിരിക്കും. വിനയമുള്ളവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ അവരെ കേൾക്കുന്നവരായിരിക്കും. യാക്കോബ് ശ്ലീഹ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിൽ താമസമുള്ളവരും ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് കേൾക്കുവാൻ വേഗതയുള്ളവരായിരിക്കണം. അതായത് നല്ല കേൾവിക്കാരായിരിക്കണം. ശ്രവണശക്തി ഉള്ളവർ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കുകയാണ് വേണ്ടത്. അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവരെ ഇടയ്ക്ക് നിർത്തിയിട്ട് അവരോട് നമ്മുടെ കാര്യം അവരെ അടിച്ചേൽപ്പിക്കുക അല്ല വേണ്ടത്. 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പറയുവാൻ താമസമുള്ളവരായിരിക്കണം. അതായത് കേൾക്കുന്നതിന് മുമ്പ് സംസാരിക്കുവാൻ എന്നവർ ആയിരിക്കരുത്. അതിന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. കേട്ടിട്ട് മറുപടി പറയേണ്ടത് ആണ് എങ്കിൽ മാത്രമേ മറുപടി പറയാവൂ എന്നാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നത്. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോപത്തിന് താമസമുള്ളവർ ആയിരിക്കണം. ശാന്തമായി ചിന്തിക്കുന്നവർക്ക് കോപിക്കേണ്ട ആവശ്യം വരില്ല. ഉദാഹരണം, ഒരാൾ ഉപദ്രവിച്ചു എന്ന് കരുതുക. സംസാരത്തിലൂടെ അഥവാ ശാരീരികമായി ആകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്: അവൻ ഒരു മാനസിക രോഗിയാണോ? ഞാൻ മറ്റാരോ ആണ് എന്നവൻ ധരിച്ചോ? 3-ാമത്തേത്, ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത്? എന്തുകൊണ്ടാണ് അവൻ എന്നെ ഉപദ്രവിച്ചത്? അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ വർത്തിക്കുവാനും നമുക്ക് സാധിക്കും. ഈ 3-4 ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോപിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്. കോപിക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് 4-ാമത്തെ കൽപ്പന ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. നമുക്ക് 20-ാം വാക്യമൊന്ന് നോക്കാം. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അതായത് ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോപിക്കുന്നവരായിരിക്കരുത്. കോപിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ അഴുക്കും വിട്ടുകളയണം. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ അത്? എല്ലാ അഴുക്കും വിട്ടുകളയണം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അതായത് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് 6-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദുഷ്ടതയുടെ ആധിക്യം വിട്ടുകളയണമെന്നാണ് ഇവിടെ ഈ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വചനം സൗമ്യതയോടെ സ്വീകരിക്കണമെന്നാണ് 7-ാമത്തെ അടുത്ത പോയിന്റ് നമ്മളോട് പറയുന്നത്. അടുത്ത 7-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്നവർ ആയിരിക്കണം. യാക്കോബ് ശ്ലീഹയുടെ ഈ പൊതുവിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്യുന്നതുകൊണ്ട്
തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, വചനം നമ്മൾ കേൾക്കും, ഒരു ചെവിയിൽ കൊണ്ട് കേട്ടിട്ട് മറ്റൊരു ചെവിയിലൂടെ ഇറക്കി വിടുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ഏവർക്കുമുള്ളത്. എന്നാൽ ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. നമ്മൾ ഓരോ വീടുകളിൽ പ്രാർത്ഥനയോഗത്തിന് പോകുന്ന അവസരത്തിലും ദേവാലയത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥനയോഗത്തിന് ചെല്ലുമ്പോൾ അവിടെ വചനപ്രഘോഷണം നമ്മൾ ശ്രദ്ധിക്കുന്ന, ആ വചന ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുന്നു. അതിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാർ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്ന ആ ദൈവവചനങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ കണ്ടത് 7 കൽപ്പനകളാണ്. യാക്കോബ് ശ്ലീഹായുടെ 7 കൽപ്പനകളാണ് നമ്മളിവിടെ കണ്ടത്. ഒന്നാമത്, കേൾക്കുവാൻ വേഗതയുള്ളവരായിരിക്കണം. രണ്ടാമത്, പറയുവാൻ താമസമുള്ളവരായിരിക്കണം. മൂന്നാമത്തത്, കോപത്തിൽ താമസമുള്ളവരായിരിക്കണം. 4, കോപിക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. 5, എല്ലാ അഴുക്കും വിട്ടുകളയണം. 6, ദുഷ്ടതയുടെ ആധിക്യം വിട്ടുകളയണം. 7, വചനം സൗമ്യതയോടെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 7 കൽപ്പന സ്വീകരിക്കുന്നവർക്ക് മാത്രമേ വചനം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രാവർത്തികമാക്കണമെങ്കിൽ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുകയും അവനാണ് ഏറ്റവും വലിയവൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം അതിൽ നമ്മൾ കാണുന്ന ഒരു വേദഭാഗമുണ്ട്. 18-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരാലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക. നീ ഈ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. ഇത് മോശയോട് പറയുന്ന ഒരു ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ തന്നെയും നമ്മൾ അതും പ്രകാരം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം എന്നോടുകൂടെ ഇരിക്കും എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു നല്ല കാര്യം നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ 7 കൽപ്പനകൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.